കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് മന്നക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ മക്കാമാണിത്. മന്നാ മക്കാം എന്ന പേരിലാണ് ഈ മക്കാം അറിയപ്പെടുന്നത്. വള്ളിപ്പടർപ്പ് കൊണ്ട് പന്തലിട്ട ഈ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകൾ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് ജീവിച്ച മഹാനാണെന്നാണ് പറയപ്പെടുന്നത്. ചില പ്രത്യേകതരം മരങ്ങളുടെ വള്ളിപ്പടർപ്പ് കൊണ്ട് മനോഹരമായി മക്കാം പന്തലിട്ട് ആരോ അലങ്കരിച്ചതാണോ എന്ന് തോന്നിപ്പോകും. വല്ലാത്ത ഒരു ആംബിയൻസ് ആണിവിടെ. മനസ്സിന് നല്ല ശാന്തത ലഭിക്കുന്ന ഒരു നിശബ്ദ പ്രദേശം, ഒരു നിശബ്ദ വനത്തിന്റെ അകത്തേക്ക് എത്തിപ്പെട്ട പ്രതീതിയാണ് അനുഭവിച്ചറിയാൻ കഴിഞ്ഞത്. കേരളത്തിന് അകത്തു നിന്നും പുറത്തു നിന്നും നിരവധി പേർ സിയാറത്തിന് വരുന്ന മക്കാമാണിത്. തമിഴ്നാട്ടിലെ മുത്തുപേട്ടയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാത്മാവിന്റെ കാലത്തുള്ള ഒരു മഹാന്റെ ഖബറാണ് ഇതെന്നും പറയപ്പെടുന്നു. ഒരുപക്ഷെ രണ്ട് മഹത്തുക്കളും ഒന്നിച്ച് ഇന്ത്യയിലേക്ക് വന്നവരോ അല്ലെങ്കിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് ജീവിച്ചിരുന്നവരോ ആവാം. 4-5 ആളുകളുടെ നീളമുണ്ട് ഖബറിന്. മക്ബറക്ക് മുകളിൽ കെട്ടിടം പണിതിട്ടില്ല എന്നത് ഇവിടെയുള്ള ഒരു പ്രത്യേകതയാണ്. മീസാൻ കല്ലിന്റെ ചാരയുള്ള ഒരു മരത്തിൽ നിന്നാണ് ഈ കാണുന്ന വള്ളിപ്പടർപ്പ് കൊണ്ടുള്ള മേൽക്കൂര ഉണ്ടായതെന്ന് പറയാം. നിരവധി തവണ ഈ മക്ബറക്ക് മുകളിൽ കെട്ടിടം പണിയാൻ ശ്രമിച്ചിരുന്നു എന്നും എന്നാൽ കെട്ടിടത്തിന് തറ കെട്ടിയ ശേഷം അവയെല്ലാം താനെ പൊളിഞ്ഞു പോവുകയാണത്രേ ചെയ്തത്. മേൽക്കൂരയുള്ള കെട്ടിടമില്ലെങ്കിലും പ്രകൃതിയാൽ തന്നെ ഒരുക്കപ്പെട്ട ഒരു പന്തൽ മക്ബറയാകെ മേലാപ്പി വിരിച്ചിട്ടുണ്ട്. നിരവധി കറാമത്തുകളാണ് ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാനവറുകളിൽ നിന്നും വന്നിട്ടുള്ളത്. ഒരു കാലത്ത് മലബാറിൽ പടർന്നു പിടിച്ചിരുന്ന കോളറയും വസൂരിയും മക്കാം ഉൾക്കൊള്ളുന്ന പ്രദേശത്ത് ഉണ്ടായിട്ടില്ലെന്ന് പറയുന്നു. ആ രോഗങ്ങൾ പടർന്നു പിടിച്ച സമയത്ത് മക്കാമിന്റെ പരിസരത്ത് നിന്ന് കുതിരക്കുളമ്പടി ശബ്ദം കേൾക്കാറുണ്ടായിരുന്നു അത്രേ. മടവൂർ CM വലിയുല്ലാഹി ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് സിയാറത്ത് ചെയ്തു പോകാറുണ്ടായിരുന്നു. മഹാനവറുകൾ ഈ മക്കാമിൽ ഖിദ്മ ചെയ്യാൻ ഒരു ഖാദിമിനെ നിയോഗിച്ചിരുന്നു. എന്നാൽ പ്രദേശത്ത് ബിദ്അത്തുകാർ പെരുകിയപ്പോൾ അവരുടെ ശല്യം രൂക്ഷമാകുകയും മക്കാമിലെ ആ ഖാദിമിനെ ഉപദ്രവിക്കുവാനും പ്രയാസപ്പെടുത്തുവാനും തുടങ്ങിയത്രേ. അങ്ങനെ അദ്ദേഹം ഏകദേശം 12 വർഷങ്ങൾക്ക് മുമ്പ് ബിദ്അത്തുകാരുടെ ശല്യം കാരണം ഇവിടെ നിന്ന് മടങ്ങിപ്പോവുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഇവിടെയുള്ള മക്കാമിന് തൊട്ടുചാരെ ഒരു കിണറുണ്ട്. ആ കിണറിനും ഒരു കഥ പറയാനുണ്ട്. പണ്ട് കാലത്ത് പെൺമക്കളുടെ വിവാഹം നടത്താൻ സാമ്പത്തികമായി പ്രയാസപ്പെട്ടിരുന്നവരെ ഇവിടെ വന്ന് സിയാറത്ത് ചെയ്ത ശേഷം കിണറിൽ നിന്ന് വെള്ളം കോരുമ്പോൾ പാത്രത്തിൽ സ്വർണം കാണപ്പെട്ടിരുന്നു എന്ന് പഴമക്കാർ പറയുന്നു. പിന്നീട് അവരുടെ വിവാഹശേഷം ആ സ്വർണം ഇവിടെ തിരിച്ചേൽപ്പിക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെ കിണറ്റിൽ നിന്നും കിട്ടിയ സ്വർണം ഒരാൾ ദുർവിനിയോഗം ചെയ്ത ശേഷം പിന്നീടാർക്കും കിണറിൽ നിന്ന് സ്വർണം കിട്ടിയിട്ടില്ലത്രേ. നിർഭാഗ്യവശാൽ കിണറിന്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാത്മാവിന്റെ പേരോ നാടോ എവിടെ നിന്നാണ് മഹാനവറുകൾ ഇവിടേക്ക് വന്നത് എന്നോ ആർക്കും അറിയില്ല. അത്രക്കും പഴക്കമുള്ള ഒരു മക്കാമാണിത്. പലവിധ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവര് ഇവിടെ വന്ന് സിയാറത്ത് ചെയ്ത് പോയ ശേഷം അവരുടെ പ്രയാസങ്ങളൊക്കെ നീങ്ങിയതായി കാണാം. സാധാരണക്കാർക്ക് പുറമെ നിരവധി ഔലിയാക്കൾ ഇവിടം സിയാറത്ത് ചെയ്തിട്ടുണ്ട്. ഔലിയാക്കൾക്ക് ഔലിയാക്കളെ തിരിച്ചറിയാൻ കഴിയൂ. അവരിലൂടെ സാധാരണക്കാരായ നമ്മളും മനസ്സിലാക്കുന്നു. ഇവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സിയാറത്തിന് പ്രത്യേക ഇടങ്ങളുണ്ട്. ഈ മക്കാമിൽ മടവൂർ CM വലിയുല്ലാഹി നിയോഗിച്ച ഹാദിമിനെ ആക്രമിച്ച് മടങ്ങിപ്പോകുന്നതിന്റെ ഇടയിൽ ഒരു ആക്രമി വാഹനാപകടത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് എന്നും അറിയാൻ കഴിഞ്ഞു. അക്രമങ്ങൾക്ക് ഇരയായവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ കാലതാമസമില്ല. പെട്ടെന്ന് ഉത്തരമുണ്ട്. തളിപ്പറമ്പ് ടൗണിന്റെ ഏകദേശം അടുത്ത് തന്നെയാണ് ഈ മക്കാമുള്ളത്. ഗൂഗിൾ മാപ്പിൽ മന്നാ മക്കാം എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ലൊക്കേഷൻ കിട്ടുന്നതാണ്. ഇവിടത്തെ കിണറ്റിലെ വെള്ളം രോഗശമനത്തിന് വേണ്ടി ആളുകൾ കുടിക്കുകയും കൊണ്ടുപോകുകയും ചെയ്യാറുണ്ട്. സ്വർണ്ണ കിണർ എന്ന പേരിലാണ് കിണർ അറിയപ്പെടുന്നത്. ഇവിടെ മറ്റു 2 ഖബറുകളും കാണാം. ഒരുപക്ഷെ മഹാനവറുകളുടെ കൂടെ വന്ന ശിഷ്യന്മാരാവാം. വലിയ ഒരു ഖബർസ്ഥാനും ഇവിടെയുണ്ട്. മക്കാമിന്റെ തൊട്ടടുത്ത് വരെ വാഹനത്തിൽ വരാം. ഏകദേശം 20 അടിയോളം നീളമുണ്ടാകും ഈ ഖബറിന്. തമിഴ്നാട്ടിലെ മുത്തുപേട്ടയിലെ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ദാവൂദുൽ ഹക്കീം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഖബറിനും ഏകദേശം 20 അടിയോളം നീളമുണ്ട്. ഇവിടെയുള്ള മറ്റു 2 ഖബറുകൾക്ക് ഇന്നത്തെ ആളുകളുടെ ഖബറിനേക്കാൾ നീളമുണ്ട്. വള്ളിപ്പടർപ്പുകൾ താങ്ങി നിർത്താൻ ആവശ്യമായ ചെറിയ തൂണുകൾ കൊടുത്തിട്ടുണ്ട്. മക്കാമിന് അധികം ഉയരമില്ലാത്ത ചുറ്റുമതിലുമുണ്ട്. മക്കാമിന്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ പാദരക്ഷകൾ അഴിച്ചു വെക്കേണ്ടതാണ്. ഖബർ സിയാറത്ത് മരണത്തെ ഓർക്കാൻ വേണ്ടി മാത്രമാണെന്ന് വാദിക്കുന്നവരുണ്ട്. അങ്ങനെയെങ്കിൽ പള്ളിപ്പറമ്പിലെ ഖബർസ്ഥാൻ തന്നെ സന്ദർശിക്കേണ്ടതായിട്ടുണ്ടോ? മറ്റ് ഇതര മതവിശ്വാസികളുടെ ഖബർസ്ഥാൻ സന്ദർശിച്ചാൽ മതിയാവില്ലേ? അതുമല്ലെങ്കിൽ നാൽക്കാലികളെ മറവ് ചെയ്ത ഖബർസ്ഥാനും സന്ദർശിച്ചാൽ മതിയാവില്ലേ? അവിടെയാണ് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പറയുന്നത് മഹാന്മാരുടെ ഖബറുള്ള സ്ഥലം ബർക്കത്തുള്ള സ്ഥലമാണെന്ന്. അതുകൊണ്ട് മഹാന്മാരുടെ ഹദ്റത്തിൽ ചെന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ പെട്ടെന്ന് ഉത്തരമുണ്ട് എന്നും അവർ നമ്മെ പഠിപ്പിക്കുന്നു. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്ക് വല്ല ആഗ്രഹം വന്നാൽ പള്ളിയിൽ വെച്ച് 2 റക്അത്ത് നിസ്കരിച്ച് ആവശ്യം നിറവേറി കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ ഞാൻ എന്റെ ഉസ്താദിന്റെ ഉസ്താദായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിങ്കിലേക്ക് പോകും. അവിടെ വെച്ച് ഞാൻ ദുആ ചെയ്താൽ എനിക്ക് ഉത്തരം കിട്ടാതിരുന്നിട്ടില്ല. മഹാന്മാരുടെ ഖബറിങ്കൽ ചെന്ന് അള്ളാഹുവിനോട് തേടിയാൽ പെട്ടെന്ന് ഉത്തരമുണ്ട് എന്ന്
എന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം. ചില ആളുകളുടെ വീക്ഷണത്തിൽ കെട്ടിപ്പൊക്കിയ ഖബറിന്റെ മുന്നിൽ പോയി പ്രാർത്ഥിക്കാൻ കൈപ്പൊക്കിയാൽ ആ പ്രാർത്ഥന ശിർക്കാണ്. എന്നാൽ കെട്ടിപ്പൊക്കാത്ത ഖബറിന് മുന്നിൽ പോയി പ്രാർത്ഥിക്കാൻ കൈപ്പൊക്കിയാലോ അത് തൗഹീദുമാണ്. സൂറത്ത് നൂഹിൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറയുന്നു, എന്റെ റബ്ബെ, ഞാൻ ഈ ജനതയെ രാവും പകലും നിന്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ചു എന്ന്. എന്നാൽ ദുആകൾ എല്ലാം ആരാധന എന്ന് പറയുന്ന വിഭാഗം ആ ഖുർആൻ വാക്യം അർത്ഥം വെച്ചാൽ ഒരുപക്ഷെ ഇങ്ങനെയായിരിക്കും, എന്റെ റബ്ബെ, ഞാൻ ഈ ജനതയോട് ദുആ ചെയ്തു എന്ന്. ഖവാരിജികൾ സ്വഹാബികളെ കാഫിറാക്കുവാൻ വേണ്ടി ഓതിയ അതേ ഖുർആൻ ആയത്തുകൾ ഇന്ന് ആ കൂട്ടർ സുന്നികളെ മുശ്രിക്കും കാഫിറുമാക്കാൻ വേണ്ടി ഓതുന്നു. സൂറത്ത് നിസായിലെ 63-ാം ആയത്തിൽ അല്ലാഹു തആല ഇങ്ങനെ പറയുന്നു, നബിയെ, അങ്ങയുടെ അടുത്ത് തെറ്റ് ചെയ്തവർ വരണം, എന്നിട്ട് അള്ളാഹുവിനോട് അവർ പൊറുക്കലിനെ തേടണം. ആ പാപികൾക്ക് വേണ്ടി നബിയെ അങ്ങ് അപേക്ഷിച്ചാൽ അവരുടെ തൗബ അല്ലാഹു തആല സ്വീകരിക്കുകയും അവർക്ക് റഹ്മത്ത് ചെയ്യുകയും ചെയ്യുമെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം പാപങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിന്റെ അരികിൽ പോയി ആളുകൾ തേടിയ സംഭവങ്ങളുണ്ട്, നിഷേധിക്കാൻ കഴിയില്ല. ഏതായാലും ഒരു വഴിക്ക് പോവുകയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നേ ഉള്ളൂ, ഒന്നും തോന്നരുത്. അപ്പൊ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എന്നാൽ ശരി.